മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് ദാരിദ്ര്യം ഉണ്ടാവും. ദാരിദ്ര്യം ഉണ്ടാകുന്നത് കുഴപ്പമില്ല. പക്ഷെ ദാരിദ്ര്യ ബുദ്ധി ഉണ്ടാകാൻ പാടില്ല. ദാരിദ്ര്യ ബുദ്ധി എന്ന് പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഒരു റോട്ടിൽ കൂടെ ഒരു രാജാവ് കുതിരന്റെ മുകളിൽ ഇരുന്നിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റില് വലിയൊരു കനാല്, അത് ഫുള്ളായിട്ട് ഈ അഴുക്ക് വെള്ളം പോണ കനാലാണ്. അതിന്റെ ഓരത്താണ് ഈ പിച്ചക്കാരൻ ഇരിക്കുന്നത്. അപ്പൊ പിച്ചക്കാരനല്ലേന്ന് കൊണ്ട് ഈ രാജാവ് ചെമ്പിന്റെ നാണയം, കാശ് ഈ കുതിരന്റെ മുകളിൽ ഇരുന്നിട്ട് പിച്ചക്കാരൻ ഇങ്ങനെ ഇട്ടു. ആ പിച്ചക്കാരൻ ക്യാച്ച് ചെയ്തു, അത് കയ്യിൽ കിട്ടിയില്ല. അങ്ങനെ ബാക്കിലിരുന്ന കനാലിൽ വീണു. ആ കനാലൊന്നും നല്ല വെള്ളമൊന്നും അല്ല കേട്ടോ, അഴുക്ക് വെള്ളം പോണതാണ്. അതിൽ വീണപ്പോൾ മൂപ്പര് അതിൽ ഇറങ്ങി തെരയാൻ തുടങ്ങി. അപ്പൊ രാജാവ് പറഞ്ഞു, വിട്ടാളാ, അത് തെരയണ്ട, നിനക്ക് ഞാൻ ചെമ്പ് കാശല്ല അത് ഉള്ളിൽ പോയത്, നിനക്ക് വെള്ളി കാശ് തരാമെന്ന് വെള്ളി കാശ് കൊടുത്തു. വെള്ളി കാശ് കയ്യിൽ കൊടുത്തപ്പോൾ വീണ്ടും അത് തെരയാൻ തുടങ്ങി. ആ കനാലിൽ കിടന്ന് തെരയാൻ തുടങ്ങി, ചാലി കിടന്നിട്ട്. അയ്യോ, നീ അത് വേണ്ട, ഇന്ന് തങ്കത്തിലുള്ള സ്വർണത്തിലുള്ള കാശ് തരാമെന്ന് സ്വർണത്തിലുള്ള കാശും കൊടുത്തു. വീണ്ടും തെരയാൻ തുടങ്ങി ആ ചെമ്പ് കാശിന്. അപ്പൊ രാജാവ് തോന്നി, നീ ഇത്ര ദാരിദ്ര്യമായിരിക്കണോ, നിനക്ക് ഈ നാട്ടിൽ ഈ ഞാൻ ഭരിക്കുന്ന ഈ നാട്ടിന്റെ പകുതി നിനക്ക് തരാമെന്ന്. അങ്ങനെ തരികയാണെങ്കിൽ ഈ ചാലും അതിൽ അടങ്ങണം എന്ന് പറയും. എന്തിനാണെന്നാ, പിന്നീട് അത് തപ്പി ആ ചെമ്പിലുള്ള കാശിനെ എടുക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യന്മാർക്ക് ദാരിദ്ര്യം ഉണ്ടാവും. ദാരിദ്ര്യ ബുദ്ധി ഉണ്ടാകാൻ പാടില്ല. ചിന്തിക്കണം. ഓരോ മനുഷ്യനും അറിവുണ്ടാകണം.